question. In the table below, some arithmetic sequences are given with two numbers against each. Check whether each belongs to the sequence or not. അതായത് താഴെ കുറേ അരിത്തമാറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഓരോ സീക്വൻസിന് നേരെ രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ഇതാണ്, അതായത് അതിന് നേരെ തന്നിരിക്കുന്ന ആ സംഖ്യകൾ ആ സീക്വൻസിലെ ഒരു ടേമായി വരുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഇനി 123 ഈ സീക്വൻസിലെ ഒരു ടേം ആണെങ്കിൽ ഇവിടെ എസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഈ രണ്ട് സംഖ്യകൾ അതിന് നേരെയുള്ള അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേമായി വരുമോ ഇല്ലയോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സീക്വൻസ് തന്നിട്ട് രണ്ട് സംഖ്യകൾ തന്നാൽ അത് ആ സീക്വൻസിലെ ടേംസ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ഫസ്റ്റ് സീക്വൻസ് ഇതാണ്, 11, 22, 33. ഇതാണ് ഫസ്റ്റ് സീക്വൻസ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 123ഉം 132ഉം ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസ് ആയി വരുമോ എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് 22 മൈനസ് 11 അതാണല്ലോ കോമൺ ഡിഫറൻസ്. 22 മൈനസ് 11 എന്ന് പറഞ്ഞാൽ 11. ഓക്കെ, അപ്പം കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ സംഖ്യയിൽ നിന്ന് തന്നിരിക്കുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്യേണ്ട സംഖ്യ 123 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച ശേഷം ആ ചോദിച്ച സംഖ്യയിൽ നിന്ന് തന്നിരിക്കുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. അതായത് 123യിൽ നിന്ന് ഞാനിവിടെ സബ്ട്രാക്ട് ചെയ്യുന്നത് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേമാണ്, അതായത് 11 സബ്ട്രാക്ട് ചെയ്തു. 123 മൈനസ് 11 ഈസ് ഈക്വൽ ടു 112. ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതായിരുന്നു, ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മളോട് ഏത് സംഖ്യയാണോ ചോദിച്ചിരിക്കുന്നത് ആ സംഖ്യയിൽ നിന്ന് തന്നിരിക്കുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. ഇതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസർ 112 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 112നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 അല്ലേ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 112നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10.18 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം 112നെ 11 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ്. പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ ആൻസറിൽ ഡെസിമലോ അല്ലെങ്കിൽ ആൻസർ ഫ്രാക്ഷനിലോ ഒന്നും ആയിരിക്കത്തില്ല, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്കിപ്പോൾ അങ്ങനെയല്ല കിട്ടിയത്. അതിൻ്റെ അർത്ഥം 112നെ 11 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ്. ഓക്കെ, ഇനി അങ്ങനെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളോട് ചോദിച്ചിരുന്ന ആ സംഖ്യ, അതായത് 123, ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ ആ സംഖ്യ ആ സീക്വൻസിലെ ടേം ആവത്തുള്ളൂ. ഇവിടെ 112നെ 11 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് 123 എന്ന് പറയുന്നത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. ഓക്കെ, 123 എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം, അതായത് 132. ആദ്യം എന്ത് ചെയ്യണം? 132ൽ നിന്ന് ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നത് ഫസ്റ്റ് ടേമാണ്, അതായത് 11. 132ൽ നിന്ന് 11 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 121. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 121നെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 121 ഡിവൈഡ് ബൈ 11 ദറ്റ് ഈസ് ഈക്വൽ ടു 11.
ഇവിടെ നമുക്കൊരു നാച്ചുറൽ നമ്പറിൽ ആൻസർ കിട്ടി. ഇപ്പോൾ നാച്ചുറൽ നമ്പറായിട്ട് ആൻസർ കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സംഖ്യയെ പൂർണ്ണമായി ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് 132 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യം നമ്മൾ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് ചോദിച്ചിരുന്ന ആ സംഖ്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈം സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ആ ചോദിച്ചിരുന്ന സംഖ്യ, അതായത് 123 ഇവിടെ ഈ സീക്വൻസിൽ ഒരു ടൈമായി വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി കിട്ടുന്ന ആൻസർ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരുന്ന സംഖ്യ ആ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 132 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് മനസ്സിലായി. ഇനി എത്രാമത്തെ ടേം ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എത്രാമത്തെ ടേം ആണെന്ന് മനസ്സിലാകും. അതായത് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് 11 ആണ്. അപ്പം എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 11ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതായത് 11 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അതായത് 132 എന്ന് പറയുന്നത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ 12th ടേം ആയിരിക്കും. 12th ടേം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ചതൊരു പുതിയ കാര്യമാണ്. അതെന്താണ് പഠിച്ചത്? ഒരു സീക്വൻസ് തന്നിട്ട് അതിലെ ഒരു ടേമായി ഇങ്ങനെ സംഖ്യകൾ നമ്മളോട് ചോദിക്കുവാണ്. അതിലെ ഒരു ടേമായി ഈ സംഖ്യ വരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരുന്ന സംഖ്യയിൽ നിന്ന് ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ ആ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കും. ഇനി നാച്ചുറൽ നമ്പർ അല്ല കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ ആ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കത്തില്ല. ഇനി നമുക്ക് അടുത്ത സീക്വൻസ് നോക്കാം. നെക്സ്റ്റ് സീക്വൻസ് 12, 23, 34. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 100ഉം 1000ഉം ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുമോ എന്നാണ്. 12, 23, 34 ഇതാണ് സീക്വൻസ്. 100ഉം 1000ഉം ഈ സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുമോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് D is equal to 23 minus 12 that is equal to 11. 11 ആണ് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംഖ്യയിൽ നിന്ന് തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് 100 മൈനസ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 12 ആണ്. 12 that is equal to 88. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 88നെ കോമൺ ഡിഫറൻസ് ആയി 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 88 ഡിവൈഡഡ് ബൈ 11 ഈസ് ഈക്വൽ ടു 8. ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്നാണ്. എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതായത് 8 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അതായത് 88 എന്ന് പറയുന്നത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ 9th ടേം ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കേണ്ടത് 1000 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്നാണ്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 1000ൽ നിന്ന് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടേമാണ്, അതായത് 12. 1000 minus 12 is equal to 988.
അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറാണ് 988. 988നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 ഡിവൈഡഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 89.81. ഇതാണ് ആൻസർ. 988നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ നമുക്കൊരു നാച്ചുറൽ നമ്പർ അല്ല കിട്ടിയത്. നാച്ചുറൽ നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ 1000 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. കിട്ടുന്ന ആൻസർ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ നമ്മളോട് ചോദിച്ചിരുന്ന ആ സംഖ്യ ആ സീക്വൻസിലെ ഒരു ടേം ആകത്തുള്ളൂ. ഇപ്പം നമുക്കൊരു നാച്ചുറൽ നമ്പർ അല്ല കിട്ടിയത്, അതുകൊണ്ട് 1000 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സീക്വൻസ് നോക്കാം. തേർഡ് സീക്വൻസ് 21, 32, 43. അതിലെ ടേംസ് ആയിട്ട് 100ഉം 1000ഉം വരുമോ എന്ന് ചെക്ക് ചെയ്യണം. സീക്വൻസ് ഇതാണ്: 21, 32, 43. ഈ സീക്വൻസിലെ ടേംസ് ആയിട്ട് 100ഉം 1000ഉം വരുമോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ആദ്യം ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. D is equal to 32 minus 21 that is equal to 11. 11 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമ്മൾ 100 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേം ആയിട്ട് വരുമോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാദ്യം 100ൽ നിന്ന് ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഇവിടെ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നത് 21 ആണ്. അപ്പോൾ 100ൽ നിന്ന് 21 സബ്ട്രാക്ട് ചെയ്യുമ്പം എത്ര കിട്ടും? 79. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 79നെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 79 ഡിവൈഡഡ് ബൈ 11 ഈസ് ഈക്വൽ ടു 7.18. നമുക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ നമ്പർ അല്ല, അതുകൊണ്ട് 100 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. 100 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം, അതായത് 1000. ആദ്യം എന്ത് ചെയ്യണം? 1000ൽ നിന്ന് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 1000ൽ നിന്ന് ഫസ്റ്റ് ടേമായ 21 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 21 സബ്ട്രാക്ട് ചെയ്യുമ്പം 1000 minus 21 is equal to 979. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 979നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 979 ഡിവൈഡഡ് ബൈ 11 ചെയ്യണം. 979 ഡിവൈഡഡ് ബൈ 11 ഈസ് ഈക്വൽ ടു 89. നമുക്ക് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്, അതുകൊണ്ട് ഈ 1000 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം ആയിരിക്കും. എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയ സംഖ്യയുടെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതായത് 89 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 19th ടേം ആയിരിക്കും. 19th ടേം. ഓക്കെ, അപ്പോൾ 1000 എന്ന് പറയുന്നത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ 19th ടേമാണ്. ഇനി നമുക്ക് അടുത്ത സീക്വൻസ് നോക്കാം. നെക്സ്റ്റ് സീക്വൻസ് 1/4, 1/2, 3/4. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 3ഉം 4ഉം ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുമോ എന്നാണ്. സീക്വൻസ് ഇതാണ്: 1/4, 1/2, 3/4. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 3ഉം 4ഉം ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുമോ എന്നാണ്. നമ്മൾ ആദ്യം ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. D ഈസ് ഈക്വൽ ടു 1/2 മൈനസ് 1/4. ഇവിടെ ഈ രണ്ട് ഫ്രാക്ഷൻസിലെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നോക്കിയാൽ ഒരു ഡിനോമിനേറ്റർ 2 ആണ്, ഒരു ഡിനോമിനേറ്റർ 4 ആണ്. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ സെയിം ഡിനോമിനേറ്റർ ആക്കണം. സെയിം ഡിനോമിനേറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം അല്ലേ? 2ൻ്റെ 4ൻ്റെ LCM എത്രയാണ്? 4 ആണ്. അപ്പം 4 ആണ് LCM.
അതുകൊണ്ട് ഈ 1/2 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ, അതായത് 2വിനെയും നമ്മൾ 4 ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2വിനെ 4 ആക്കാൻ എന്ത് ചെയ്യണം? 2വിനെ 4 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 4 ആവത്തുള്ളൂ. അതായത് 2 × 2 എങ്കിലേ 4 ആവത്തുള്ളൂ. ഇവിടെ നമ്മൾ 4 ആക്കാൻ കാരണം ഫസ്റ്റ് റീസൺ സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി അപ്പം അങ്ങനെ സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. LCM ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. LCM ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പം 2ൻ്റെ 4ൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4 ആൻസർ കിട്ടും. അപ്പം LCM 4 ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ 2വിനെയും, അതായത് 1/2 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷണൽ ഡിനോമിനേറ്ററിനെയും നമ്മൾ 4 ആക്കുന്നത്. ഓക്കെ, അപ്പോൾ 2വിനെ 4 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 × 2. 1 × 2 എത്രയാണ്? 2. ഓക്കെ, ഇനി നമ്മൾ ഈ 1/4 ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതായത് 2/4 മൈനസ് 1/4. ഇപ്പോൾ ഡിനോമിനേറ്റേഴ്സ് രണ്ട് സെയിം ആയി. അതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 2 - 1 ചെയ്യുക. 2 - 1 എന്ന് പറഞ്ഞാൽ 1. ആൻസർ ഈസ് ഈക്വൽ ടു 1/4. ഓക്കെ, അപ്പം ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4. ഇനി നമ്മൾ 3 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേമായി വരുമോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 3യിൽ നിന്ന് തന്നിരിക്കുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുകയാണ്. അതായത് 3 - 1/4. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ നമുക്ക് 3നെ എങ്ങനെ എഴുതാൻ സാധിക്കും? 3നെ 3/1 എഴുതാം അല്ലേ? 3/1 തന്നെയാണ് 3. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സെയിം ഡിനോമിനേറ്റേഴ്സ് വേണം. സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കാൻ LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കുക. അപ്പം 1ൻ്റെയും 4ൻ്റെയും LCM എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മൾ ഈ 3/1 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെയും 4 ആക്കണം. 1നെ 4 ആക്കണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? 1 × 4 എത്രയാണ്? 4 ആണ്. ഇനി 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് 3നെയും 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 1/4. അപ്പം ഇവിടെ ഇപ്പോൾ സെയിം ഡിനോമിനേറ്റേഴ്സ് ആയി. ഇനി സബ്ട്രാക്ട് ചെയ്യാൻ നേരത്ത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. സെയിം ഡിനോമിനേറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്കിവിടെ 4 എന്ന് തന്നെ എഴുതാം. ഡിനോമിനേറ്റർ 4 എന്ന് തന്നെ എഴുതാം. ഇനി 12 - 1 എത്രയാണ്? 11. അപ്പം സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 11/4 എന്ന് ആൻസർ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 11/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4 ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 11/4 ഇൻറ്റു 1/4ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 4/1 ചെയ്യണം. അപ്പം ഇങ്ങനെ റെസിപ്രോക്കൽ കണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മുടെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അതായത് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 11/4 ഇൻറ്റു 4/1. അപ്പോൾ ഇവിടെ 4ഉം 4ഉം ക്യാൻസലായി പോകും. പിന്നെ മിച്ചമുള്ളത് 11ഉം 1ഉം ആണ്. അതായത് 11/1. 11/1 എന്ന് പറഞ്ഞാൽ 11. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ കിട്ടി. അതിൻ്റെ അർത്ഥം 3 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്നാണ്. അപ്പം 3 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ്. എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതായത് 11 + 1 ചെയ്യണം. 11 + 1 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ 12th ടേമാണ് 3 എന്ന് പറയുന്നത്. ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ 12th ടേമാണ്. ഇനി നമ്മൾ 4 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേമായിട്ട് വരുമോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി 4 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേമായിട്ട് വരുമോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം 4ൽ നിന്ന് തന്നിരിക്കുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 1/4 അതായത് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുക. അപ്പം 4ൽ നിന്ന് 1/4 സബ്ട്രാക്ട് ചെയ്യുക. 4നെ നമുക്ക് 4/1 എന്ന് എഴുതാം. ഇവിടെ നോക്കിയാൽ അറിയാം ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പം നമ്മളിതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ആദ്യം സെയിം ആക്കണം. അപ്പം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ LCM കണ്ടുപിടിക്കണം. അതായത് 4ൻ്റെയും 1ൻ്റെയും LCM. 4ൻ്റെയും 1ൻ്റെയും LCM എത്രയാണ്? 4 ആണ്.
അപ്പോൾ നമ്മൾ 4/1 എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 4 ആക്കണം. അപ്പോൾ 1 × 4 ആണ് 4. അതുകൊണ്ട് ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4 × 4 = 16 മൈനസ് 1/4. 16 മൈനസ് 1 എത്രയാണ്? 15. 15/4 ഇതാണ് ആൻസർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4 അല്ലേ? ഇനി ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 15/4 × 4/1. ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോവും. പിന്നെ മിച്ചമുള്ളത് 15ഉം 1ഉം ആണ്. അതായത് 15/1 = 15. അപ്പം ഇവിടെയും നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടി. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? 4 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതായത് 15 + 1 = ഈ 4 എന്ന് പറയുന്നത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ 16th ടേമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 3/4 1 1/2 2 1/4. ഈ സീക്വൻസിലെ ടേമായിട്ട് 3ഉം 4ഉം വരുമ്പോൾ ചെക്ക് ചെയ്യണം. ഇതാണ് സീക്വൻസ്. ഇവിടെ നമുക്ക് നോക്കിയറിയാം ഫസ്റ്റ് ടേം ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അടുത്ത 2 ടേംസ് മിക്സഡ് ഫ്രാക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ 3/4. ഇനി മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നത്? മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കാൻ തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന സംഖ്യേനെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഹോൾ നമ്പർ കാണുമല്ലോ, ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 × 1 = 2 + 1 = 3. അതായത് 2 × 1 കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതായത് 2 × 1 എന്ന് പറഞ്ഞാൽ 2, അതിൻ്റെ കൂടെ 1 എന്ന് പറഞ്ഞാൽ 2 + 1 = 3. 3/2. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അടുത്തത് കണ്ടുപിടിക്കാൻ 4 × 2 = 8. ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. അതായത് 8 + 1 = 9. 9/4. ഇതാണ് സീക്വൻസ്. നമ്മൾ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് D = 3/2 മൈനസ് 3/4. അപ്പം ഇവിടെയും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഇതിനെ സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം? അതിന് LCM കണ്ടുപിടിക്കണം. 2ൻ്റെയും 4ൻ്റെയും LCM എത്രയാണ്? 4 ആണ്. അപ്പോൾ 2ൻ്റെയും 4ൻ്റെയും LCM 4 ആയതുകൊണ്ട് 3/2 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ 4 ആക്കി മാറ്റണം. അതായത് 2വിനെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്? 2 കൊണ്ട് അല്ലേ? 2 × 2 ആണ് 4. 2 × 2 ആണ് 4. അതുകൊണ്ട് 3 എന്ന് പറയുന്ന സംഖ്യയും 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 = 6 മൈനസ് 3/4. ഓക്കെ, 6 - 3 എത്രയാണ്? 3 / 4. ഇതാണ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 3ഉം 4ഉം ഈ സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുമോ എന്നാണ്. നമുക്ക് ആദ്യം 3 ഈ സീക്വൻസിലെ ടേം ആകുമോ നോക്കാം. അതിനായി 3യിൽ നിന്ന് ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഞാൻ 3യിൽ നിന്ന് ഫസ്റ്റ് ടേമായ 3/4 സബ്ട്രാക്ട് ചെയ്യുവാണ്. അതായത് 3 - 3/4. 3 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് 3/1 എന്ന് എഴുതാം അല്ലേ? 3/1 ആണ് 3. ഓക്കെ, ഇനി ഇവിടെയും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കണം. സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കാൻ LCM കാണണം. 1ൻ്റെയും 4ൻ്റെയും LCM എത്രയാണ്? 4 ആണ്. അപ്പോൾ 3/1 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ 4 ആക്കി മാറ്റണം. അതിനായി 1നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 ആണ് 4. 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് 3നെയും 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 × 4 = 12. അതായത് 12 / 4 മൈനസ് 3/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 - 3 എത്രയാണ്? 9. 9 / 4. ഇതാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 9 / 4. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്?
സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 9/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ആണ് 3/4. 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 9/4 ഇൻറ്റു ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 9 ഇൻറ്റു 4/3. ഇവിടെ 4ഉം 4ഉം ക്യാൻസലായി പോവും. പിന്നെ മിച്ചമുള്ളത് 9/3 ആണ്. 9/3 എന്ന് പറഞ്ഞാൽ 3. ഇവിടെ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? 3 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സംഖ്യ ആ സീക്വൻസിലെ ഒരു ടേം ആണെന്നാണ്. അപ്പോൾ 3 എന്ന് പറയുന്ന സംഖ്യ ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതായത് 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 3 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ 4th ടേം ആണ്. ഇനി നമുക്ക് 4 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേമായി വരുമോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം 4ൽ നിന്ന് ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുവാണ്. അതായത് 4 - 3/4. 4നെ 4/1 എന്ന് എഴുതാം. ഇവിടെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പോൾ സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കാൻ LCM കണ്ടുപിടിക്കണം. 4ൻ്റെ 1ൻ്റെ LCM എത്രയാണ്? 4 അല്ലേ? 4. അപ്പം 1നെ 4 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് തന്നെ 4നെ ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിനെ ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ സെയിം സംഖ്യ കൊണ്ട് തന്നെ വേണം ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് ന്യൂമറേറ്ററായ 4നെ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 3/4. 3/4. ഇപ്പോൾ ഇവിടെ സെയിം ഡിനോമിനേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതായത് 16 - 3 എന്ന് പറഞ്ഞാൽ 13/4. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 13/4നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 13/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3/4. ഓക്കെ. ഇനി ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത് കിടക്കുന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3/4ൻ്റെ റെസിപ്രോക്കലാണ് 4/3. ഓക്കെ. ഇവിടെ 4ഉം 4ഉം ക്യാൻസലായിപ്പോയി. പിന്നെ മിച്ചമുള്ളത് 13/3 ആണ്. 13/3 എത്രയാണ്? 13 ഡിവൈഡഡ് ബൈ 3. 3 4s are 12. റിമൈൻഡർ 1. അപ്പം അടുത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ പോയിന്റ് കൊടുക്കണം. അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കത്തില്ല. അപ്പോൾ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ ആ സംഖ്യ ആ സീക്വൻസിലുള്ളതായിരിക്കത്തുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന സംഖ്യ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കത്തില്ല അല്ലേ? നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ 10 വരും. 3 3s are 9 വരും. വീണ്ടും റിമൈൻഡർ വരും. അപ്പം ഇപ്പോൾ തന്നെ നമുക്കൊരു പോയിന്റ് വന്നു ആൻസറിൽ. അപ്പം അതിൻ്റെ അർത്ഥം ഈ ആൻസർ ഒരു നാച്ചുറൽ നമ്പർ അല്ല അല്ലേ? നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ ആ സംഖ്യ സീക്വൻസിനുള്ളതായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് 4 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. ഓക്കെ. അപ്പം ഇനി നമ്മൾ പഠിച്ചതാണ്. അതായത് ഒരു സംഖ്യ എന്നിട്ട് ആ സംഖ്യ ആ അരിത്തമാറ്റിക് സീക്വൻസിലുള്ളതാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംഖ്യയിൽ നിന്ന് ആ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അടുത്ത സ്റ്റെപ്പ് ആ സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആ സംഖ്യ ആ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കും. ഇനി നാച്ചുറൽ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ സംഖ്യ ആ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കത്തില്ല. അപ്പം ഈ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്